വിതയ്ക്കുന്നവന്റെ ഉപമയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. എന്തൊക്കെയാണ് പ്രസക്തമായ ഭാഗങ്ങൾ? അത് നമ്മുടെ യജമാനനെ തൃപ്തിപ്പെടുത്തുന്ന നിലയിൽ പൂർണ്ണമായി ഫലം കൊടുക്കുവാൻ അനുവദിക്കാതെ ഒരുവനെ ഇല്ലാതാക്കുന്ന ഞെരുക്കുന്ന മുള്ളുകൾ എന്തെല്ലാമാണെന്ന് കർത്താവ് ഈ ഉപമയുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. മുള്ളുകളെ ഈ ലോകത്തിന്റെ ചിന്ത, വറീസ് ഓഫ് ദ വേൾഡ്, അടുത്തത് ധനത്തിന്റെ വഞ്ചന, ഡിസൈറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ് എന്നിങ്ങനെയാണ് മത്തായി സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ നൽകുന്ന ലൂക്കോസിന്റെ വിശദീകരണത്തിൽ അവിടെ 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഉത്കണ്ഠകൾ, ധനം, സംസാരഭോഗം, വറീസ്, റിച്ചസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ദിസ് ലൈഫ് എന്നിങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. നമുക്ക് അതുകൊണ്ട് ഇങ്ങനെയും പറയാം, ആകുല ചിന്തകൾ അല്ലെങ്കിൽ വിചാരങ്ങൾ, ധനത്തിന്റെ വഞ്ചന, പണം നേടുവാനുള്ള മാർഗങ്ങളും അതിനായുള്ള പ്രയത്നങ്ങളും, ലോകസുഖങ്ങൾ എന്നിവയാണ് പൂർണ്ണഫലം നൽകുന്ന നല്ല നിലമാകുന്നതിൽ നിന്നും നമ്മെ തടയുന്ന മുള്ളുകൾ. അവിടെ ആകുല ചിന്ത, ധനത്തിന് വഞ്ചന, ലൗകിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ള കർത്താവിന്റെ മൊഴികൾ നാം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം, നിങ്ങളെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം, നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം. ധനത്തിന്റെ വഞ്ചന എന്ന് പറയുമ്പോൾ ധനം നമുക്ക് ആവശ്യമാണ്. സഭാപ്രസംഗിയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മണി ഈസ് ഫോർ ഓൾ. ധനം എല്ലാത്തിനും ഉതകുന്നു. നമ്മുടെ വിനിമയത്തിനും വ്യാപാരത്തിനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വാങ്ങുവാനും കൊടുക്കുവാനും എന്ത് കമ്പോളത്തിൽ നിന്ന് ലഭിക്കേണ്ടതിനും പണം ആവശ്യമാണ്. പക്ഷേ തെറ്റായ മാർഗത്തിൽ, ദൈവികതമല്ലാത്ത മാർഗത്തിൽ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയും അതിന്റെ വാഞ്ചയും നിങ്ങളെ വഞ്ചിക്കുന്നു എന്നതാണ് യഥാർത്ഥ അർത്ഥം. ആകുല ചിന്തകൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പും താക്കീതും ഗിരിപ്രഭാഷണം തന്നെ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ വിചാരപ്പെടുന്നതിനൊരു ഒറ്റമൂലി എന്ന നിലയിൽ കർത്താവ് ആവർത്തിച്ച് വിരൽ ചൂണ്ടുന്നത് സ്വർഗസ്ഥനായ പിതാവിലേക്കാണ്. സ്വർഗീയ പിതാവിലുള്ള വലിയ സുരക്ഷിത ബോധമാണ് നമ്മെ ആകുല ചിന്തകളിൽ നിന്ന് വിടുവിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പിതാവുണ്ട്, കരുതുന്നത് കർത്താവുണ്ട്, എനിക്ക് വേണ്ടി എല്ലാം തക്ക സമയത്ത് നന്നായി ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ആകുല ചിന്തകളെ പുറത്താക്കുന്നു. പ്രിയമുള്ളവരെ, ആകാശത്തിലെ പറവകൾക്ക് പോലും ഈ സുരക്ഷിതത്വ ബോധം നൽകുന്ന ആഹ്ലാദമുണ്ടെന്നും മനുഷ്യനാണ് അത് കൈമോശം വന്നതെന്നും യേശു കർത്താവ് തന്റെ മലമുകളിലെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മരച്ചില്ലയിൽ ഇരുന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന 2 കുരുവികൾ താഴെ ഭൂമിയിലെ മനുഷ്യന്റെ തത്രപ്പാടുകൾ കണ്ട് നമ്മെ പുലർത്തുന്ന ഒരു സ്വർഗീയ പിതാവ് അവർക്കില്ലെന്ന് തോന്നുന്നു. അതാണ് ഈ മനുഷ്യരുടെ പ്രശ്നം. അല്ലെങ്കിൽ ഈ കുരുവികൾ തമ്മിൽ ആശയവിനിമയം നടത്തിയാണ് നമ്മെ പുലർത്തുന്നത് പോലെ ഒരു സ്വർഗീയ പിതാവ് ഇവർക്കില്ലെന്നതാണ് ഇവരുടെ പ്രശ്നമെന്ന് തോന്നുന്നു എന്ന് തമ്മിൽ പറഞ്ഞതായി ഒരു കഥ കേട്ടിട്ടുണ്ട്. എത്ര ശരി അല്ലേ? എന്നാൽ ഗിരിപ്രഭാഷണത്തിലെ കർത്താവിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ആകാശത്തിലെ പറവകളെ പുലർത്തുന്നത് അവയുടെ പിതാവല്ല, മറിച്ച് നിങ്ങളുടെ പിതാവാണ്. നോക്കുക, സ്വർഗസ്ഥനായ പിതാവ് നമ്മുടേതാണ്. നമ്മുടെ പിതാവ് പുലർത്തുന്ന കുരുവികൾക്ക് ആകുല ചിന്തയില്ല. നമുക്കോ? അതെ, നാം വിശ്വാസിയായിരിക്കാം, രക്ഷിക്കപ്പെട്ട സഭാംഗമായിരിക്കാം. എന്നാൽ സ്വർഗീയ പിതാവിൽ യഥാർത്ഥ സുരക്ഷിതത്വം നാം കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പൂർണ്ണ ഫലം നൽകാതെ മുള്ളിനിടയിൽ ഞെരുങ്ങി അമരുക എന്നതാവും നിങ്ങളുടെ അനുഭവം. ഇന്നത്തെ ചിന്തകൾ നാം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ വിത്ത് ദൈവവചനം, വിവിധതരം നിലങ്ങൾ, വ്യത്യസ്ത തരം ഹൃദയങ്ങളും പലവിധ ഫലങ്ങൾ ദൈവവചനത്തോട് വ്യത്യസ്ത തരം പ്രതികരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഉപമയിൽ നിന്ന് നാം പഠിച്ചത് വഴിയരികെയുള്ള സ്ഥലവും പാറസ്ഥലവും മുള്ളിനിടയിൽ വീണ വിത്തും നല്ല ഹൃദയവും വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ്. 4 സ്ഥലത്ത് വീണ വിത്ത് ഒന്ന് തന്നെയാണ്. ഈ 4നും 30, 60, 100 മേനി വിളവ് നൽകുവാനുള്ള വിത്തിന് ശക്തിയും ഗുണവുമുണ്ട്. എന്നാൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ, ശ്രോതാക്കളുടെ നിലവാരങ്ങൾ, ഹൃദയത്തിന്റെ അനുഭവങ്ങൾ, അതിനോടുള്ള നമ്മുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ, ഇതൊക്കെയാണ് വിത്ത് എപ്രകാരം വളരണം എന്ന് തീരുമാനിക്കുന്നത്. എന്താണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ? വഴികരിയുള്ള സ്ഥലം, പരിചയങ്ങളും പാരമ്പര്യങ്ങളും, നടന്ന് ശീലിച്ച് പരിചയിച്ച വഴിത്താരകൾ, അവിടുത്തെ വഴിത്താര കഠിനപ്പെട്ടു. ഒരിക്കലും വിത്ത് അവിടെ പൊട്ടിക്കിളിർക്കുവാൻ, വേരുപിടിക്കുവാൻ പര്യാപ്തമായ പ്രതലമല്ല. അത് തന്നെയാണ് പാറസ്ഥലവും. സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. പക്ഷെ വാഗ്ദത്തം ചെയ്യപ്പെട്ട 2-3 കാര്യങ്ങൾ അതിനോട് കൂടെയുണ്ട്. പീഡനങ്ങളും ഉപദ്രവങ്ങളും അപ്പോൾ തന്നെ പരീക്ഷകളും. ഇവയിൽ നാം പിടിച്ചു നിൽക്കുകയും സഹിക്കുകയും ജയിക്കുകയും വേണം. കാരണം ഏത് വിത്തിനും സൂര്യന്റെ പ്രകാശം ആവശ്യമാണ്, വേര് ആവശ്യമാണ്, ജലം ആവശ്യമാണ്, വായു ആവശ്യമാണ്. ഈ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ലഭിക്കുമ്പോൾ മാത്രമേ വിത്ത് വളരുകയുള്ളൂ. എന്നാൽ അവിടെ കാണുന്നത് ഇടറിപ്പോകുന്നു, പിന്മാറിപ്പോകുന്നു, രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്നു. ഈ വിഷയങ്ങൾ നിമിത്തം ഒരിക്കലും വിത്ത് പാറസ്ഥലത്ത്
അനുയോജ്യമായ രീതിയിൽ ഫലം കൊടുക്കുകയില്ല. വഴിയരികെ ഉള്ള സ്ഥലവും പാറസ്ഥലത്തും വിത്ത് നശിക്കുകയാണ് ചെയ്തത്. നാം ഇന്ന് പഠിച്ചത് മുള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ചാണ്. അവിടെ വിത്ത് വളർന്നു, പക്ഷെ പൂർണ്ണമായി ഫലം കൊടുക്കുവാൻ കഴിയുന്നില്ല. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇവിടെ ദൈവവചനം വിത്തിനോട് താരതമ്യം ചെയ്യുന്നു. ദൈവവചനം ജീവനുള്ളതാകിയാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ ജീവൻ പകർന്നു നൽകുവാൻ പര്യാപ്തമാണ്. അത് മനുഷ്യന്റെ വാക്കുകൾ പോലെയല്ല. ദൈവിക സത്യം ഹൃദയത്തിൽ വേരുറപ്പിച്ച് വളർന്ന് ഫലപ്രാപ്തിയിലെത്തുവാൻ നാം അനുവദിക്കണം. വിതച്ച വിത്തിൽ 3/4 ഭാഗവും ഫലം പുറപ്പെടുവിച്ചില്ല എന്നതും ഒരു ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഇവിടെ കേൾക്കുക, കേൾക്കട്ടെ എന്നീ പദങ്ങൾ ഈ അധ്യായത്തിൽ ആവർത്തിച്ചു വരുന്നതായി നാം കാണുന്നു. വിതയ്ക്കുന്നവന്റെ ഉപമ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ നാം കാണുന്നു, അല്ലെങ്കിൽ ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും നാം വായിക്കുന്നു. എന്നാൽ ഉപസംഹാരമായി നൽകിയിട്ടുള്ള ഈ 3 ഉപദേശം 3 വ്യത്യസ്തമാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉപസംഹാരത്തിൽ കർത്താവ് പറഞ്ഞ അതിന്റെ വ്യത്യാസത്തെക്കുറിച്ചാണ്. ദൈവവചനം കേൾക്കുക എന്നത് പരമപ്രധാനമാണ്. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. യേശു പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. മത്തായി സുവിശേഷം 13:9. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. മർക്കോസ് 4:24. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ലൂക്കോസ് 8:18. ആകയാൽ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ തെളിവ് ഫലം പുറപ്പെടുവിക്കുക എന്നതാണ്.